നമസ്കാരം സുഹൃത്തുക്കളെ. When I shook your hand, you stood straight like this and shook my hand. And when Modi ji shook your hand, you bowed down and shook his hand. विपक्ष के माननीय नेता, माननीय प्रधानमंत्री सदन के नेता हैं और मुझे मेरी संस्कृति संस्कार ये कहते हैं, व्यक्तिगत जीवन में भी, सार्वजनिक जीवन में भी और इस आसन पर भी जो हमसे बड़े हैं उनको झुककर नमस्कार करो. मुझे यही सिखाया है और बराबर वालों से बराबर का व्यवहार करो, यही मुझे सिखाया है. നമ്മുടെ പാർലമെന്റിന്റെ ഇരു സഭകളും സമ്മേളിക്കുമ്പോൾ എത്ര ലക്ഷം രൂപ ചിലവുണ്ട് ഒരു ദിവസം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷമായിരിക്കില്ല, ചിലപ്പോൾ കോടികൾക്ക് മേളിലായിരിക്കും. പാർലമെന്റിന്റെ ലോകസഭ, രാജ്യസഭ. ലോകസഭയിൽ തന്നെ നമുക്കറിയാം 542 എംപിമാരുണ്ട്. അതിലെല്ലാവരും ഒരു ദിവസം പങ്കെടുക്കണമെന്നില്ല. രാജ്യസഭയിലും അതുപോലെ തന്നെ 250 മുകളിലുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 800ഓളം പാർലമെൻറ്റ് എംപിമാർ തന്നെ വരുന്നു. ഇവർ സമ്മേളിക്കുമ്പോൾ ഇവർക്കുള്ള ബത്തയും വേതനവും മറ്റും. പിന്നീട് നമുക്കറിയാം, ഒരിക്കൽ നമ്മുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവിടെ സമ്മേളിക്കുന്ന ദിവസം നമ്മുടെ 3 സേനകളുടെയും പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. അതിന് വേണ്ട ചിലവുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലക്ഷമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കോടികൾക്ക് മുകളിലായേക്കാം ഒരു ദിവസത്തെ പാർലമെൻറ്റ് നടത്തിപ്പോകാനുള്ള ചിലവ്. അപ്പോൾ അത്ര വിലപ്പെട്ടതാണ് പാർലമെൻറ്റിൻ്റെ സമയം. ആ വിലപ്പെട്ട പാർലമെൻറ്റ് സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആവലാതി എന്തായിരുന്നു എന്നാണ് ഈ വീഡിയോ. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവാം, മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സംഗതി, പ്രതിപക്ഷ നേതാവ് ഇത്തവണ നരേന്ദ്രമോദിക്കെതിരെയല്ല, സ്പീക്കർ ഓം ബിർളയോടെയാണ് അദ്ദേഹത്തിൻ്റെ പരാതി പറയുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കൈ കൊടുക്കുക മാത്രമല്ല തലകുനിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് കൈ തന്നപ്പോൾ വെറുതെ കൈ പിടിച്ച് കുലുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി സ്പീക്കറോട് പറഞ്ഞത്. എത്ര ബാലിഷ്യമാണെന്ന് ഓർത്ത് നോക്കുക. ഈ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നെ പിച്ചി നുള്ളി, എൻ്റെ തുക്കറവർ എടുത്തുകൊണ്ട് പോയി, ട്രോളി പെൻസിൽ എടുത്തുകൊണ്ട് പോയി, സ്ലൈറ്റ് പൊട്ടിച്ചു തുടങ്ങിയ പരാതി പറയുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞത്. എനിക്ക് കൈ തന്നപ്പോൾ വെറുതെ കൈ തരുകയും കുലുക്കുകയും മാത്രമാണ് ചെയ്തത്. പക്ഷേ നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കൈ കൊടുക്കുക മാത്രമല്ല തലകുനിച്ചു. ഇയാൾ വേറൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്, തലകുനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓം ബിർള മറുപടി കൊടുത്തത്, അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, മാത്രമല്ല മന്ത്രിസഭയുടെ തലവനാണ്. അതുകൂടാതെ അദ്ദേഹം എന്നെക്കാൾ മുതിർന്ന ആളാണ്. അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് ഞാൻ പഠിച്ച സംസ്കാരമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കുക മാത്രമല്ല അദ്ദേഹത്തിനെ വണങ്ങുകൂടി ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കുകയാണ് സ്പീക്കർ. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത് അതായിരിക്കും തിരിച്ചു കിട്ടുക എന്ന്. അതായത് നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മറ്റേ വ്യക്തിയെ കൂടി ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ എന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അതായത് നിങ്ങളുടെ കൈ നീട്ടിയപ്പോൾ അതിന് വെറും കൈ പിടിച്ച് കൈ കുലുക്കുന്ന അത് ഒരു ഫോർമലായിട്ടുള്ള രീതി ആയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടത് തിരിച്ചു കിട്ടി. നരേന്ദ്രമോദി അങ്ങനെയല്ല. നരേന്ദ്രമോദിയുടെ മുന്നിൽ വരുന്ന പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ അതിന് പ്രായവ്യത്യാസം പോലും ഇല്ലാതെ പലപ്പോഴും അവരെ വണങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് പിതൃതുല്യനായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഗുരുതുല്യനായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് ഒന്നിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനേക്കാളും മുതിർന്നവരും ഇളയവരുമൊക്കെ. പക്ഷേ ആരെയും അദ്ദേഹം അതിനെ അനുവദിക്കാറില്ല. ഇനി ഇളയ ആളാണ് അങ്ങനെ ചെയ്തെങ്കിൽ കൂടിയും തിരിച്ച് അദ്ദേഹം ആ വ്യക്തിയുടെ കാല് തൊട്ട് ഒന്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പ്രായവ്യത്യാസമല്ല, അവിടെ എന്താ പറയുക, അത് അദ്ദേഹം അനുവദിക്കുന്നില്ല. അഥവാ ഇനി അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചും കാൽ തൊട്ട് വന്നിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. അദ്ദേഹത്തിന് വേണം വിചാരിക്കാം, എനിക്ക് ഇത്രയും പ്രായമുണ്ട്, ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഞാൻ എന്തിന് ഒരു ചെറിയ പെൺകുട്ടിയുടെ കാല് തൊട്ട് വന്നിക്കുന്നു, വേണമെങ്കിൽ അദ്ദേഹം വിചാരിക്കാം. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അതായത് ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് വളരെ ലളിതമായിട്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി സ്പീക്കർ പറയുകയാണ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇത് സംസാരിച്ച് ഇതിന് മറുപടിയും കൊടുക്കാനായിട്ട് എത്ര മിനിറ്റ് കളഞ്ഞു. ഇത് സംസാരിക്കുന്നിടയ്ക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും ഇന്ത്യക്കാരും ഡെസ്കിൽ കിടന്നുകൊണ്ട് കൈയടിക്കും. ഇപ്പുറത്ത് നിന്ന് മറുപടി കൊടുക്കുമ്പോൾ അവിടുന്ന് ഉണ്ടാവും സമാനമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഇത്തരം ചർച്ചകൾ കൊണ്ട്? നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിൽ വേറൊരു തള്ളിമറിക്കലുണ്ട്. എന്നെ മോദിക്ക് പേടിയാണ്, എന്നെ അമിത്ഷായ്ക്ക് പേടിയാണ്, എന്നെ രാജ്നാഥ് സിംഗിന് പേടിയാണ്, അവരൊക്കെ എന്നെ കാണുമ്പോഴേ ഞെട്ടിവിറക്കിയാണ്. ഇത്ര നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ബാലിശമായിട്ടുള്ള അവകാശവാദമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ന്യായമായിട്ടൊരു തിരിച്ചൊരു ചോദ്യമുണ്ട്. ഇവരൊന്നും താങ്കളെ കണ്ട് ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താങ്കൾ ഏതാണ്ട് 1.5 മാസത്തോളം ഈ രാജ്യത്ത് തന്നെ ഇല്ലാതെ എവിടെയോ പോയി ഒളിവിൽ കഴിഞ്ഞത്? മഹാമനസ്കതയാണോ മോദിയെ അല്ലെങ്കിൽ അമിത്ഷായെ, രാജ്നാഥ് സിംഗിനെയൊന്നും പേടിപ്പിക്കേണ്ട എന്ന് കരുതി താങ്കൾ മനഃപൂർവ്വം മാറി നിന്നാണോ എന്ന് തിരിച്ചൊരു ചോദ്യം കൊണ്ടുണ്ട്. അതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ ഈ LOP എന്താ പറയുക, ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നൊക്കെയാണ് ആലങ്കാരികമായിട്ട് പറയുന്നത്. അയാളെ ഒന്നും തിരുത്താനോ നേരെയാക്കാനോ എന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ ഇയാളെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഉള്ളൊരു ആരോപണമാണ് ജോർജ് സോറോസും മറ്റു ആളുകളൊക്കെയാണ് ഇയാളുടെ പിന്നിൽ ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ ആലോചിക്കുമ്പോൾ
ഈ ഇത്രയും ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ഒരു പപ്പുവിന് വേണ്ടിയിട്ട് അവരൊക്കെ ഇങ്ങനെ കോടികൾ ചെലവഴിക്കുമോ എന്നൊരു സംശയം കൂടി ആർക്കാണേലും ഉണ്ടാവും. കാശ് മടക്കുന്നവൻ അതിനൊരു ഗുണം കിട്ടണ്ടേ? ഒരു ഗുണം കിട്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാശ് ആരെങ്കിലും ചിലവാക്കുമോ എന്നൊരു സംശയം അവിടെ ബാക്കിയാണ്.